Good afternoon, sir. Yes, Simi. Good afternoon. Alicia, good afternoon. Lichu, good afternoon. Good afternoon, sir. Okay, Shami. Okay. Shiny, good afternoon. Sajida, good afternoon. Lichi, good afternoon. Let us start. Yes, sir. Okay, Sulfat, good afternoon. Okay, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. If you work hard, you will pass on. If you work hard, you would pass on. അതല്ലേ നമ്മൾ പറഞ്ഞത്? യെസ്, രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് ഒരെണ്ണം കൂടി അവശേഷിക്കുന്നുണ്ട്. ആ ഒരെണ്ണം കൂടി നമുക്ക് എടുക്കാം. യെസ്, അപ്പോ ഒരു 6 മാസമായി നമ്മൾ തമ്മിൽ കാണുന്നു. അപ്പൊ ഇത് നമ്മളുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കും ക്ലാസ് റൂമിലുള്ളത്. അപ്പോ നിങ്ങളെ കുറിച്ച് രണ്ട് നല്ല വാക്ക് പറയാനോ വലിയ കുഴപ്പമില്ലാത്ത കുട്ടികളാണ്. നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിയാക്ഷനൊക്കെ നല്ല കൃത്യമായിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ, പിന്നെ 1-2 പേര് വളരെ നല്ല ആക്റ്റീവായിരുന്നു. അതും വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അതൊക്കെ തുടരുക. വെരി ഹെൽപ്ഫുൾ ടു യു. അത് വളരെ നല്ല കാര്യം. അതൊക്കെ നിങ്ങൾ തുടരുക. യെസ്. പിന്നെ ഇത് ഈ ക്ലാസ് കൊണ്ട് 100% നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നുള്ള രീതിയിലായിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇംഗ്ലീഷിനോടുള്ള പഴയ ഒരു വെറുപ്പ്, ഒരു ദേഷ്യം മാറിക്കിട്ടിയെന്നും ഒന്ന് ശ്രമിച്ചാൽ എനിക്കും അത് കയ്യെത്താവുന്ന ദൂരത്തിലല്ല ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു ആത്മവിശ്വാസം അത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, കുറച്ചു പേർക്ക് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വിശ്വാസം. ഓക്കെ, റൈറ്റ്? യെസ്, ലച്ചു പറയുന്നു സംഗതി സത്യമാണെന്ന് പറയുന്നു. യെസ്, അപ്പൊ ഒരു വിശ്വാസം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ വേണമെങ്കിൽ പറയാൻ പറ്റും, ഒന്ന് ശ്രമിച്ചാൽ എനിക്ക് ഓക്കെ ആക്കിയെടുക്കാം എന്ന ഒരു വിശ്വാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. യെസ്, അപ്പൊ അതില് നിങ്ങളോട് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഓക്കെ, ഫാത്തിമയും അതേ അഭിപ്രായം പറയുന്നുണ്ട്. യെസ്, ഇംഗ്ലീഷിൽ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് എന്ന് പറയും. യെസ് ഫാത്തിമ. യെസ് ലച്ചു. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇഫ് യു വർക്ക് ഹാർഡ്. അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് സബോർഡിനേറ്റ് ക്ലോസിൽ വരുന്നത്. അപ്പോ നമ്മൾ തൊട്ടപ്പുറത്ത് എന്ത് വില്ല് ഉപയോഗിച്ചു. ഇഫ് യു വർക്ക് ഹാർഡ് സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് വരികയാണെങ്കിൽ നമ്മൾ അപ്പുറത്ത് വുഡ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ കുഡ്, ഷുഡ് ഒക്കെ ഉപയോഗിച്ചു. ഈ കാര്യമാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി അതിന്റെ തുടർച്ചയായിട്ട് ഒരെണ്ണം കൂടി ബാലൻസ് ഉണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കാം. യെസ്, അപ്പൊ നിങ്ങൾ വാചകം എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇഫ് യു ഹാഡ് HAD ഹാഡ് worked 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 well WELL well. If you had worked well,
കോമ, ഈ ഒരു ഡാഷ് ഇടുക, ഈ ഒരു ഡാഷ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പുതിയതായിട്ട് നോക്കുന്നത്. അപ്പൊ നേരത്തെ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് വില്ല്, ഷാല്, ക്യാൻ, മേ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നിരിക്കുന്നത് ഇഫ് യു ഹാഡ് വർക്ക്ഡ് വെൽ എന്നാണ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് വെൽ. അപ്പൊ സിമി, ഇത് ഇഫ് യു ഹാഡ് വർക്ക്ഡ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ടെൻസ്? സിമ്പിൾ പാസ്റ്റ്. ഒന്നുകൂടി ആലോചിക്കൂ. പാസ്റ്റ് പെർഫെക്റ്റ്. ആദ്യം സിമിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സിമി വർക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷേ അതിന്റെ തൊട്ട് അരികെ തന്നെ ഒരു ഹാഡ് കിടക്കുന്നുണ്ടായിരുന്നു. ഹാഡ് കഴിഞ്ഞ പിന്നെ പാസ്റ്റ് ടെൻസ് അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. അപ്പൊ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെ ഉള്ളതായത് കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. ഇവിടെ വർക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് വർക്കിലാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വർക്കിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ചിന്തിച്ചത്. പക്ഷെ ഹാഡ് വന്നതുകൊണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി തന്നിരിക്കുന്ന വാചകം ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിനെ തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് വിട്ടുതരാൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അറിയാൻ പാടില്ലെങ്കിലും പറയാം. നിങ്ങളുടെ മനോവിചാരം അനുസരിച്ച് ഇന്നതായിരിക്കാം ശരി എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ശരി പറയും. യെസ്, ആർക്കെങ്കിലും? യെസ്, ഫാത്തിമ, സംഗതി ശരിയാണ്. പക്ഷെ അത് ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. %90 നമുക്ക് കൊണ്ടുപോവാം. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. യെസ്, അപ്പൊ ഞാൻ പറയട്ടെ. യെസ്, അങ്ങനെ കണ്ടീഷണൽ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ, പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡും പെർഫെക്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിളും ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് സ്വല്പത്തെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്, പകുതി ശരിയാണ്. യെസ്, അങ്ങനെയുള്ളതാണെങ്കിൽ അപ്പുറത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എടുക്കണം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എടുക്കണം. അപ്പോ ഷൈനി, ഏതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് ഓർമ്മയുണ്ടോ? ശരിയാണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. യെസ്, സബ്ജക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അതാണ് കേട്ടാ. ഓക്കെ നിഷ. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടീഷണൽ ഫോം ഉപയോഗിക്കണം. അപ്പോ വില്ലിന് പകരം എന്ത് ഉപയോഗിക്കണം? അർത്ഥം വുഡ് ഉപയോഗിക്കണം. ഷാലിന് പകരം എന്ത് ഉപയോഗിക്കണം? അർത്ഥം ഷുഡ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ കുഡ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ മൈറ്റ് ഉപയോഗിക്കണം. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കണം? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടീഷണൽ ഫോം ആയിരിക്കണം. യെസ്, അപ്പൊ ആദ്യം എഴുതിയാണ് ഫാത്തിമ പാസ് എന്ന് എഴുതിയുള്ളൂ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ഏതായിരിക്കും? V3 ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. നോക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും? ഇഫ് യു ഹാഡ് വർക്ക്ഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. ഓക്കെ സിമി, കറക്റ്റ് ആണ്. യു വുഡ് ഹാവ് പാസ്ഡ്, ഇതാണ് കറക്റ്റ്. വുഡ് ഹാവ്, ഹാവ് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കാവൂ, V3, വുഡ് ഹാവ് പാസ്ഡ്. വുഡ് ഹാവ് പാസ്ഡ്. ഓക്കെ, അപ്പൊ ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം if you worked hard, if you had worked well, you would have passed.
നീ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിരുന്നു. ഓക്കെ, ഇത് ഏത് സന്ദർഭത്തിലാണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് 10ാം ക്ലാസ്സിലോട്ട് ജയിച്ചു കഴിഞ്ഞപ്പോ 10ലേക്കുള്ള ക്ലാസ്സിലേക്കൊന്നും പോകാതെ നമ്മുടെ മകൻ ഇരിക്കുന്ന സമയത്ത് അവനോട് പറയുകയാണ് നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവില്ല. പിന്നെ അത് നമുക്ക് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അതായത് റിസൾട്ട് വന്ന് തോറ്റിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇഫ് യു വർക്ക് ഹാർഡ് യു പാസ്, നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായത്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞ് 1-2 മാസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരിങ്ങനെ SSLC ജയിക്കാത്തതിന്റെ വിഷമത്തില് ജയിച്ചെന്തെങ്കിലും അടുത്ത കോഴ്സിന് പോകാമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അവരോട് പറയുന്നതാണ് നീ പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നില്ലേ. അതാണ് ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. സിമ്പിൾ ആണല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് 3 ഒരു ഗുളിക പോലെ, ഒരു ക്യാപ്സ്യൂള് പോലെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഇത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനും നിങ്ങൾക്ക് അത് ഉപകാരത്തിൽ കൊള്ളും. കാരണം അവരുടെ പരീക്ഷയ്ക്കും പറ്റുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സെന്റൻസിന്റെ പകുതി കൊടുത്ത് പിന്നെ ഡാഷ് കാണാം. അവിടെ വരുന്ന നിയമം ഇതാണ്. ഈ നിയമമാണ് അവിടെ കയറി വരുന്നത്. ടെൻസ് നോക്കിയിട്ട് വേണം നമുക്ക് അപ്പുറത്ത് പൂരിപ്പിക്കാൻ. യെസ്, അവിടെയും ഈ സംഗതി തന്നെയാണ് കയറി വരുന്നത്. ഇവിടെ നമ്മൾ അതിന്റെ കാര്യകാരണ സഹിതം എന്തൊക്കെയാണ് പറഞ്ഞ് ഒരു ടെൻസ് വരുമ്പോൾ എങ്ങോട്ട് മാറണം എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പൊ ഇതൊരു ക്യാപ്സ്യൂള് പോലെ ഓർത്ത് വെച്ചേക്ക്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്. വെരി സിമ്പിൾ അല്ലേ? യെസ്, വെരി വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഞാൻ ഈ ഒരു വാചകം പറയുകയാണ്, നിങ്ങൾ അതിനെ പൂരിപ്പിക്കുക. If you had come, COME, had come to my home, comma, dash. I will repeat the question. If you had come to my home, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ. യെസ്, പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇപ്പൊ നമ്മൾ 21 പേരുണ്ട്. 21 പേരുണ്ടെങ്കിൽ 21 സൈസ് നമുക്ക് പൂരിപ്പിക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മറക്കരുത്, ഇവിടെ ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് വന്നിരിക്കുന്നത്. അപ്പൊ അപ്പുറത്ത് എന്ത് പറയണം? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് ഇത് വന്നിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്ന വെർബ് B3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. യെസ്, നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ചെയ്തോളൂ. ഇഫ് യു ഹാഡ് കം ടു മൈ ഹോം, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ. യെസ്, ഓക്കെ ഫാത്തിമ. ഓക്കെ സുൽഫത്ത്. സിമി, ഗെറ്റ് എന്നുള്ളതിന്റെ പാസൻസ് ആണ് ഗോട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോട്ട്. അപ്പൊ ഗോട്ടൻ വേണ്ട, ഗോട്ടൻ ഏരിയ. ഓക്കെ, നേരെ മറിച്ച് ഫോർഗെറ്റ് എന്നുള്ള വാക്കാണെങ്കിൽ ഈ വേണം. ഫോർഗെറ്റ്, ഫോർഗോട്ട്, ഫോർഗോട്ടൺ. ഓക്കെ നബിക. യെസ്. ഞാൻ അനീഷ, ഞാൻ പ്രതീക്ഷിച്ച ഐ വുഡ് ഹാവ് ഓഫേർഡ് സം മണി എന്നായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ മണി എന്നുള്ളൊരു പകരം അനീഷ കേക്ക് എന്ന് ഉപയോഗിച്ചത് മാത്രം. യെസ്, യെസ്. ഞാൻ ആർക്കെങ്കിലും? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇത് പിടികിട്ടിയാലും പറഞ്ഞുകൂടി ചെയ്തോളൂ. If you had met him, met him, comma, dash. Okay.
ഇഫ് യു ഹാഡ് മെറ്റ് ഹിം, നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ, നീ അവനുമായി കൂട്ടിമുട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ. മീറ്റ് കണ്ടുമുട്ടുക, കൂട്ടിമുട്ടുക എന്നൊക്കെയാണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് മെറ്റ്. നമ്മുടെ ഈ 21 ഈ ഇരിക്കുന്നവരില് നന്നായിട്ട് പാടാൻ കഴിവുള്ളവരാണ്. നന്നായിട്ട് വേണമെന്നില്ല. ഓക്കെ, സിമിയ നല്ല വെറൈറ്റി ഉണ്ട്. യു വുഡ് ഹാവ് ടോൾഡ് ഹിം ദ സീക്രട്ട്. യെസ്. ഫാത്തിമ, ഒരു ചെറിയൊരു ഇത് കറക്ഷൻ കൂടി ഉണ്ട്. നോ പാസ്റ്റ് ന്യൂ ആൻഡ് നോൺ ആണ് KNOW. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ അനീഷ. It would have been Lakshmi. Yes. And അതൊരു പാസീവ് വോയിസ് വലിയൊരു സാധനമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ അൽഫിയ, യു വുഡ് ഹാവ് സ്കോൾഡഡ് ഹിം. നീ അവനെ ശകാരിച്ചേനെ, കണ്ടുമുട്ടിയതിലേക്ക് വഴക്ക് പറഞ്ഞത്. യെസ്, ഓക്കെ, വെരി ഗുഡ്. ശ്രുതി അഖിൽ ഒന്നും വരുന്നില്ലല്ലോ. യെസ്, ഓക്കെ. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. ഓക്കെ ഷൈനി. ഓക്കെ 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 ഓക്കെ. ഇന്ന് ലാസ്റ്റ് ദിവസമായതോടെ ഞാൻ ശ്രുതിനെ വിളിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് സബോർഡിനേറ്റ് ക്ലോസ് തരികയും മെയിൻ ക്ലോസ് നിങ്ങൾ എഴുതുകയും ചെയ്തു. ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തുകയാണ്. ഇനി ഞാൻ സബോർഡിനേറ്റ് ക്ലോസ് ഡാഷ് പറയുകയും മെയിൻ ക്ലോസ് തരികയും ചെയ്യുകയാണ്. എഴുതിക്കോളൂ. ആദ്യം ഡാഷ്, ഡാഷ്, പിന്നെ ഒരു കോമ, കോമ. അത് എഴുതിക്കോ. I would have met him. Met him. I would have met him. ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നേനെ. ബാക്കി നിങ്ങൾ ഇപ്പുറത്ത് ചേർത്തു. അപ്പൊ ഇപ്പുറത്ത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഹാഡ് വേണം, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. കാരണം പാസ്റ്റ് പെർഫെക്റ്റ് വേണം. കാരണം ഇപ്പുറത്ത് വുഡ് ഹാവ് ആണ്, അപ്പൊ അപ്പുറത്ത് പാസ്റ്റ് പെർഫെക്റ്റ് വേണം. അപ്പൊ ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ചേർക്കാൻ മറക്കരുത്. I would have met him. ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നേനെ, ഞാൻ അവരുമായി കൂട്ടിമുട്ടിയിട്ടുണ്ടായിരുന്നേനെ. Yes. Okay, okay. Anurashmi. Okay, Alfia. If Simi, okay. Called എന്നുള്ളത് കോൾഡ് എന്നാണ് കേട്ടോ. സുൽഫത്തെ ഗേവ് എന്നുള്ളത് ഗിവൺ എന്നാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗിവൺ. യെസ്. നവിത പറവൂര് മഴ ആയതുകൊണ്ടാണോ ഒന്നും വരാത്തത് നവിതയിലേക്ക്? യെസ്,
If you had told me. Okay, Anisha, correct. Yes. നമ്മൾ തുടങ്ങിയപ്പോൾ ക്ലാസ് തുടങ്ങിയ സമയത്തെ ഇഷ്ടംപോലെ ആളുകളായിരുന്നു. സുഹൈന, ശ്രുതി, ലച്ചു, ലൈജു, സ്നേഹ, ഷിജിമ, മിനി, ഫാത്തിമ ഷാജി, സൗമ്യ, ഫാത്തിമത്ത്, നവില, ഹസ്ന, അൽഫിയ, അഞ്ജു. If you had given Navida, yes. Sudhi, gone, add a participant. Okay, Navida, no problem. Yes. Pinalana, Pavida, Alona, Shaini, Yasira, Mini Themis, yes. Soumya, Devananda Gauri, Mini, Arin Roshan, Hasina, Soumya, Lechu, Hasna, Amrita Pillai, Sona Visak, Snega Amu, Sulfat, and Simi Manyali. You got a correct, eh? What's your value? Program, you do it. Corporate, I didn't put it together, and they look at the ocean again. Fortunately, do the last week, Kara and Puki Pin another deal. So, near what I hear you. Well, also see, do an editing on the around where they get a wedding. In an editor. In the other way, and some way. Okay. About any like the character, Yanni. Okay, Anisha, no problem. Yes, okay. Today was the end. എപ്പോൾ വേണമെങ്കിലും ക്ലാസ് നിൽക്കാട്ടോ. അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നു. ദാറ്റ് മീൻസ് എനി ടെക്നിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് പോകാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ടെക്നിക്കൽ ഇഷ്യൂ ആണ് മനസ്സിലാക്കുക. ചിലപ്പോൾ എന്തുകൊണ്ട് ക്ലാസ് കട്ടായി എന്ന് പറയാനായിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞേക്കും. അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. കാരണം ഈ പ്രദേശത്തൊക്കെ മഴ നാശനഷ്ടങ്ങൾ വെച്ചിരിക്കുകയാണ്. മലകളൊക്കെ റോഡിൽ കിടക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എടുക്കുകയാണ്. യെസ്, ടെക്നിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. യെസ്, അപ്പൊ ഞാൻ നേരത്തെ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞില്ലല്ലോ. ഇതിനകത്ത് പാട്ട് പാടാൻ കഴിവുള്ള ആരാണെന്ന് ചോദിച്ചിട്ട് ഞാൻ ആരും വന്നില്ലല്ലോ. ആരാണ് അഞ്ജു? ലാസ്റ്റ് ദിവസമായിട്ട് ഒരു പാട്ടൊക്കെ പാടി അവസാനിപ്പിക്കാന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചത്. യെസ്, എന്നാലും അഞ്ജുവിന് അറിയാൻ പറ്റുമല്ലോ ഇന്ന ആള് എന്ന്. ഓ യെസ്, അഡ്വാൻസ് ആയിട്ട് ഒരു ജാമ്യം എടുത്തു. യെസ്, അയ്യോ ഇല്ല ഷജിമേറെ. യെസ്, ഓക്കെ, ആരെങ്കിലും റെഡി ആയിക്കോ. ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ പോലെ ആർക്കെങ്കിലും പറയാല്ല. പാട്ട് പാടും, ഞാൻ ശ്രമിക്കാം. ഐ വിൽ ട്രൈ എന്ന് പറയുന്നത് ആരാണ്? ജസീല എവിടെ? ജസീല ജില്ലെന്ന് ജസീല ഇല്ല. യെസ്, ജസീല ഇല്ല. ഓക്കെ, ജസീല ഇല്ലെങ്കിൽ ഹസീന ഉണ്ട്, മതി. ഓക്കെ, അടുത്തത് എഴുതിക്കോട്ടെ. ആദ്യം ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് എഴുതിക്കോ. സോറി, ക്വസ്റ്റ്യൻ മാർക്ക് അല്ല, ഡാഷ് കോമ എഴുതിക്കോ. ടീച്ചർ would have scolded. SCOLDED വഴക്ക് പറയുക. SCOLDED scolded you. അപ്പൊ എന്താണ്? ടീച്ചർ വുഡ് ഹാവ് സ്കോൾഡഡ് യു. ടീച്ചർ നിന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നേനെ. അപ്പുറത്ത് ഒരുമിച്ചു.
ടീച്ചർ നിന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നേനെ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് പൂരിപ്പിച്ചോളൂ. യെസ്. Okay, Simi, very good. If you had thrown paper plane, yes, very good. If you had come late in the video, yes. If you had come late, had a late. If you had come late again, വീണ്ടും നീ താമസിച്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ if he had missed, അപ്പൊ he എന്നുള്ളത് നമുക്ക് ഓക്കെ യു എന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ കുറച്ചൊരു പയ്യേ. ഓക്കെ ലൗഡർ എന്നുള്ളത് ലൗഡിലി എന്നല്ല. ഓക്കെ നന്ദന, ഇഫ് യു ഹാവ് ടേക്കൻ മൊബൈൽ ഇൻ ദ ക്ലാസ്. നന്ദനയുടെ വീടിന്റെ പരിസരത്തൊക്കെ മഴയുണ്ട്. ഓക്കെ. Yes. If you didn't meet the deadline. അപ്പോ അതെന്ത് പറ്റിയെന്ന് പറഞ്ഞാല് നമ്മളെ ഹാഡ് വന്നില്ല, പാസ്റ്റിൽ വന്നു. അപ്പൊ അവിടെ ഫുഡാണ് വരുന്നത്, ഫുഡ് മാത്രം കേട്ടോ. If you had forgotten the book, okay, Lashmi, correct. Do present tense ആണ്, past tense did. സെന്റൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ പാസ്റ്റ് പെർഫെക്റ്റ് ആയില്ല എന്ന് മാത്രമല്ല, സിമ്പിൾ പാസ്റ്റോട്ട് വന്നു. യെസ്. അപ്പോ ആ ഇനത്തില് ഞാൻ ഓക്കെ അനീഷ കൊള്ളാം. ഇഫ് യു ഹാഡ് ഡൺ സംതിങ് റോങ്, വെരി ഗുഡ്. നീ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ. ഓക്കെ, ആ ഇനത്തില് ലാസ്റ്റോടുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു ഡാഷ്, അത് കഴിഞ്ഞ ഒരു കോമ, എനിക്കുള്ളൂ. അത് കഴിഞ്ഞ് യു വുഡ് ഹാവ്. ഓക്കെ ലച്ചു, നോ പ്രോബ്ലം. എല്ലായിടത്തും മഴ തന്നെയാണെന്ന്. ഓക്കെ. യു വുഡ് ഹാവ് റീച്ച്ഡ്, REACHED, റീച്ച്ഡ് there, 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 AD, EARLY, ഓക്കെ. അപ്പൊ ആദ്യത്തെ ഡാഷ് ഇട്ട് സ്ഥലത്ത് പൂരിപ്പിക്കുക. ഡാഷ് കോമ, യു വുഡ് ഹാവ് റീച്ച്ഡ് there at, നീ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നേനെ. യു വുഡ് ഹാവ് റീച്ച്ഡ് there early, നീ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നേനെ. ഒരു ഇഫും കൂടി ചേർത്തോളൂ അഞ്ചു. ഇഫ് ഐ ഹാഡ് മെറ്റ് യു. ഇഫ് യു ഹാഡ് ഫാത്തിമ, നോൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നോൺ, KNOWN. ഓക്കെ മസീർ കൊള്ളാം. ഓക്കെ നന്ദന. യെസ്, കറക്റ്റ് ആണ്. ഇഫ് ഐ ഹാഡ് കോൾഡ് യു ഏർലിയർ, നിന്നെ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ അവിടെ നേരത്തെ എത്തിയേനെ. ഓക്കെ കറക്റ്റ് ആണ്.
ഓക്കെ അൽഫി അവിടെ ഒരു ബൈ എന്ന് എഴുതിയോ. യു ഹാഡ് ഗോൺ ബൈ ട്രെയിൻ. ഓക്കെ സുൽഫത്ത്. ഓക്കെ നമിത. ഓക്കെ 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 ഓക്കെ. ബൈ മീൻസ് ഓഫ് എന്നാണ്. ബൈ മീൻസ് ഓഫ് ഏത് മാർഗത്തിലൂടെ പോകുമ്പോൾ ബൈ ബസ്, ബൈ കാർ, ബൈ റോഡ്, ബൈ ട്രെയിൻ, ബൈ പ്ലെയിൻ. If you had not missed the bus. Okay. Yes. ഇവിടെ ഒരു വാചകം പറയും ബൈ മീൻസ് കേട്ടാ. അത് പറ്റില്ല ഞാനൊരു വാചകം പറയാം, നിങ്ങൾ അതിന്റെ അർത്ഥം പറയാം. End justifies the means. അർത്ഥം എന്താണ്? End justifies the means. MEANS. End justifies the means. ആർക്കെങ്കിലും പറയാമോ? നന്ദന, നവിത, ശ്രുതി. യെസ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് END? എൻഡ്. സുൽഫത്ത് ചെറിയ വ്യത്യാസമുണ്ട് നന്ദന. യെസ്, എൻഡ് ജസ്റ്റിഫൈസ് മീൻസ്. ഇത് നിങ്ങൾക്ക് ഓർത്തില്ല കേട്ടോ, കാരണം ഇത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കേൾക്കും. അതായത് എൻഡ് എന്ന് പറയുന്ന വേർഡിന് അവസാനം ദി എൻഡ് എന്ന് പറഞ്ഞ് നോക്കാണ്. പക്ഷെ ഇതിന് വേറെ അർത്ഥം കൂടിയുണ്ട്. ലക്ഷ്യം എന്നർത്ഥം കൂടിയുണ്ട്. ലക്ഷ്യം, ആ ഒരു അർത്ഥം കൂടി ഇതിലുണ്ട്. ഇത് നോക്കി, ലക്ഷ്യം മീൻസ് മാർഗം, മാർഗത്തെ സാധൂകരിക്കുന്നു. ഇത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. ഓക്കെ സുൽഫത്ത്. ഓക്കെ ലക്ഷ്യം, അതായത് നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് അല്പം വളരെ മാർഗങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും തെറ്റില്ല. ഉദ്ദേശം പരിശുദ്ധമാണെങ്കിൽ അതങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ പാണ്ഡവ കൗരവ യുദ്ധത്തിൽ കാണുന്നുണ്ട്. പാണ്ഡവ കൗരവ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പുറത്ത് ആനപ്പുറത്തിരിക്കുന്നവൻ അപ്പുറത്ത് ആനപ്പുറത്തിരിക്കുന്നവനുമായിട്ട് യുദ്ധം ചെയ്യാവൂ. ഇപ്പുറത്ത് കുതിരപ്പുറത്തിരിക്കുന്നവൻ അപ്പുറത്ത് കുതിരപ്പുറത്തിരിക്കുന്നവനുമായിട്ട് യുദ്ധം ചെയ്യാവൂ. അല്ലാതെ അപ്പുറത്ത് കുതിരപ്പുറത്തിരിക്കുന്നവൻ ഇപ്പുറത്ത് നടന്നു പോകുന്ന ഒരാളെ കാണുമ്പോൾ കുന്തം കുത്തരുത്. ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമം അനുസരിച്ച് യുദ്ധം ചെയ്യാവൂ. രാവിലെ ശംഖ് വിളിക്കും, അപ്പൊ യുദ്ധം ആരംഭിക്കും. വൈകുന്നേരം ശംഖ് വിളിക്കുമ്പോൾ യുദ്ധം അവസാനിക്കും. യുദ്ധം അവസാനിച്ച് കഴിയുമ്പോൾ ശത്രുപക്ഷത്തുള്ള ആളുകൾക്ക് ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പുറത്ത് അവരെ മരിച്ചു വീണ് കിടക്കുന്ന ഭടന്മാരെയോ ആളുകളെയോ എടുത്തുകൊണ്ട് പോവാം, വിധി പോലെ സംസ്കരിക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ളവർക്ക് അപ്പുറത്ത് പോവാം, ഇപ്പുറത്തുള്ള ആളുകളുടെ മരിച്ചു വീണ് കിടക്കുന്ന ആളുകൾ എടുത്തുകൊണ്ട് വരാം, വിധി പോലെ സംസ്കരിക്കാം. ഇതെല്ലാം അത് യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നേയുള്ള നിയമത്തിൽപ്പെട്ടതാണ്. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ യുദ്ധം ഇതായിട്ട്. അപ്പോ ഈ പാണ്ഡവരുടെ പക്ഷത്താണ് ന്യായം എന്നുള്ളത് കൊണ്ട് ഒരുപാട് കൃത്രിമങ്ങളിലൂടെ പാണ്ഡവരെ ഭഗവാൻ കൃഷ്ണൻ സഹായിക്കുന്നുണ്ട്. അതിന് ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഒരു ന്യായീകരണമാണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ലക്ഷ്യം പരിശുദ്ധമാണെങ്കിൽ മാർഗം വെച്ച് വളഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതിനകത്ത് വളരെ ഉണ്ട്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് നവിത, പരീക്ഷ പാസ്സാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിൽ കോപ്പി അടിച്ചാലും കുഴപ്പമുണ്ടാവും. ഒരു കുഴപ്പമില്ല അല്ലേ? യെസ്. പക്ഷേ ഈ പ്രാവശ്യത്തെ SSLC പരീക്ഷ എല്ലാവരുടെ കേസ് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇപ്പൊ കോപ്പി അടിക്കാന്ന് വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പറയുന്നത്, ഞാൻ സംസാരിച്ച പല സ്കൂളിലുള്ള പല കുട്ടികളോട് സംസാരിച്ചതിൽ
കുറച്ച് കുട്ടികൾ തുറന്നു പറഞ്ഞു, ടീച്ചർ പറഞ്ഞ് ഞങ്ങളോട് കോപ്പി അടിച്ചോളാൻ. അത്യാവശ്യം എന്താന്ന് വെച്ചാൽ എഴുതിക്കോളാൻ ടീച്ചർ അല്ലെങ്കിൽ സാറ് പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ അത് എനിക്കത് കേട്ടിട്ട് അതിന് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ അവര് നുണ പറയേണ്ട കാര്യമില്ല, അതിന്റെ പേരിൽ അവര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ മുമ്പ് അങ്ങനെയല്ലല്ലോ. മുമ്പ് എന്ന് പറഞ്ഞാല് കോപ്പി അടിക്കുന്നതൊക്കെ പിടിക്കാനും നോക്കാൻ ഇഷ്ടംപോലെ ആളുകൾ ജനലിന്റെ പുറത്തും വാതിലിന്റെ പുറത്തൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആ സ്റ്റാൻഡേർഡ് ഇല്ലേ, SSLC പരീക്ഷ വളരെ കൃത്യമാണ്. എന്റെ ആ സ്റ്റാൻഡേർഡ് അങ്ങോട്ട് പോയില്ല. എല്ലാവർക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ സംസാരിച്ച 2-3 സ്കൂളുകളിലെ കുട്ടികൾ അങ്ങനെ പറയും, നിങ്ങളുടെ അരികത്ത് എവിടെയെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പരീക്ഷ എഴുതിയവരുണ്ടെങ്കിൽ വെറുതെ ഒരു ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ നിങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക, ഇങ്ങനെ ഉണ്ടായിരുന്നു, ഈ എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്ന്. ഓക്കെ, അപ്പോ എന്റെ ജസ്റ്റിഫൈ ദ മീൻസ് അതിൻ്റെ അകത്ത് ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു യുദ്ധത്തില്. ആ കാര്യം ഇതാണ്: ഒരാള് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആളുടെ കയ്യിലിരിക്കുന്ന ആയുധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് നേരെ ആയുധം പ്രയോഗിക്കരുത്. അയാൾക്ക് ആയുധം എടുക്കാനായിട്ടുള്ള സമയം കൊടുക്കണം. അതായത് നിരായുധന് നേരെ ആയുധം പ്രയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലായി. ഇനി നമ്മൾ പാണ്ഡവ കൗരവ യുദ്ധത്തിലേക്ക് വരാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ കൗരവപക്ഷത്തുള്ള കർണൻ വളരെ തകർത്ത് ഇങ്ങനെ പാണ്ഡവപക്ഷത്തുള്ള സൈന്യത്തെ കൊന്നൊടുക്കിക്കൊണ്ട് കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ തന്നെ പറഞ്ഞു, ഈ കണക്കിന് പോയാൽ കൗരവര് ജയിക്കും, പാണ്ഡവര് തോറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്ത് വേണം, കർണനെ തകർക്കണം, കർണനെ കൊല്ലണമെന്ന് പറയുന്നു. അപ്പൊ കർണൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ രഥത്തിന്റെ ചക്രം ചെളിയിൽ പൂണ്ടുപോവുകയും ആ ചെളിയിൽ പൂണ്ടുപോയ രഥത്തിന്റെ ചക്രം ഉയർത്താൻ വേണ്ടിയിട്ട് കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ മുഴുവൻ രഥത്തിന്റെ അകത്ത് വെച്ചിട്ട് കർണൻ രഥത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുകയും രഥത്തിന്റെ ചക്രം ഉയർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൃഷ്ണൻ അർജുനോട് പറയുന്നത്, ഇതാണ് പറ്റിയ അവസരം. ഇപ്പൊ കർണന്റെ കയ്യിൽ ആയുധമില്ല, ഈ സമയത്ത് അവനെ ആയുധം അയച്ച് കൊല്ലുക എന്ന്. അത് കേട്ട കർണൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ആയുധമില്ലാത്തവന്റെ നേരെ ആയുധം പ്രയോഗിക്കുന്നത് ശരിയാണോ? നീ ആയുധമില്ലാത്തവന്റെ നേരെ ആയുധം പ്രയോഗിക്കുന്നത് എന്ത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? യെസ്, ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കർണന്റെ പക്ഷത്ത് നിൽക്കും, അല്ലേ? ശരിയാണല്ലോ, ആയുധമില്ലാത്തവന്റെ നേരെ ആയുധം പ്രയോഗിക്കുന്നത്. ഇനി അതിന് കൃഷ്ണൻ കൊടുക്കുന്നൊരു മറുപടിയുണ്ട് കർണനോട്. പണ്ട് പാണ്ഡവരെ കൊല്ലാനായിട്ട് നീ കൗരവർ ശ്രമിച്ചപ്പോ അവരുടെ ഒപ്പം ആരുണ്ടായിരുന്നു? നീയും ഉണ്ടായിരുന്നു. പാഞ്ചാലി എന്ന് പറയുന്ന സ്ത്രീയുടെ വസ്ത്രം ആ കൗരവ സദസ്സിൽ വെച്ച് വലിച്ച് ദുശാസനെ അഴിച്ചു മാറ്റിയപ്പോ നീയും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നിന്റെ നീതിബോധം കണ്ടില്ലല്ലോ. അരക്കില്ലത്തിലിട്ട് പാണ്ഡവരെ ചുട്ടുകൊല്ലാൻ ദുര്യോധനം വരുമ്പോ കൂടെ നീയും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നിന്റെ നീതിബോധം കണ്ടില്ലല്ലോ. സ്വന്തം ജീവിതത്തിൽ നീ പാലിക്കാത്ത നീതിബോധം, നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോ മറ്റുള്ളവർ പാലിക്കണമെന്ന് നീ ആവശ്യപ്പെടുന്നത് എന്ത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത് കൃഷ്ണൻ നമ്മുടെ കർണനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യെസ്, ഞാൻ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യുമ്പോഴേ നമ്മൾക്കത് പറയാനായിട്ടുള്ള, അത് ആവശ്യപ്പെടാനായിട്ടുള്ള ഒരു യോഗ്യതയില്ല. അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നവരായിരിക്കും. അല്ലെങ്കിൽ അത് നിങ്ങളെപ്പോഴും പാലിക്കുക. അതല്ല എങ്കിൽ നേരിട്ട് അവർ ചോദിച്ചില്ല എങ്കിലും മനസ്സുകൊണ്ട് അവർ പറയും, സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ പാലിക്കാത്ത നീതിബോധം ഞങ്ങൾ നിങ്ങളോട് പാലിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിൽ അവർ പറയും. യെസ്, അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് ക്ലാസ്സിലായതുകൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. ജീവിതത്തിൽ ഒരു നീതിബോധത്തോടു കൂടിയിട്ട് വേണം എപ്പോഴും നമ്മൾ
മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. യെസ്, ഇതിപ്പോ നമ്മള് എൻഡ് ജസ്റ്റിഫൈസ് മീൻസ് എന്ന് വന്നതുകൊണ്ട് മാത്രം അതിനെ കുറിച്ച് പറഞ്ഞതാണ്. ഞാനിത് പറയാൻ കണക്കാക്കി വന്നതായിരുന്നില്ല. യെസ്, അപ്പൊ നമുക്ക് കുറച്ച് വൺ വേയുടെ ലാസ്റ്റ് ചോദിച്ചിട്ട് നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നിപ്പോ ചോദിക്കുമ്പോ ഞാനിപ്പോ ഇത് മാർക്ക് രേഖപ്പെടുത്തുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് ക്ലാസ് അല്ലേ. യെസ്, അപ്പൊ ആരോടാ ചോദിക്കുക? മസിഹത്ത്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്ത് തോന്നുന്നു? നമ്മൾ ലാസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായെന്ന് തോന്നിയോ അല്ലെങ്കിൽ പ്രയോജനമില്ലായെന്ന് തോന്നിയോ? വാട്ട് ഈസ് യുവർ ഫീലിങ്സ്? ഞാൻ സാറിന്റെ പകുതി ക്ലാസ് തൊട്ട് വെച്ചാണ് കയറി തുടങ്ങിയത്. പക്ഷെ നല്ല ക്ലാസ് ആയിരുന്നു ഇതുവരെ. നമുക്ക് ഇംഗ്ലീഷിനോടുള്ള ഒരു പേടി മാറി കിട്ടി. നമുക്കും ഒരു കോൺഫിഡൻസ് കിട്ടും ഉണ്ട്. നമ്മളത് കൂടുതൽ പ്രയത്നിച്ചാൽ നമുക്കത് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ കൃതാർത്ഥനാണ്. അല്ല, ആ ഒരു തോന്നല് ഉണ്ടായാൽ മതി. കാരണം ഫുൾ എത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം. അത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അതിന് വേറൊരു സംഗതി, സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ അത് പഠിപ്പിക്കും. അപ്പൊ അത് വേറൊരു രീതിയാണ്. അപ്പൊ ഇതിപ്പോ നമ്മള് വേറൊരു നമുക്ക് അങ്ങനെ 6 മാസം എന്ന് പറയുമ്പോൾ 20 ക്ലാസ് അത്ര അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെൽക്കം. യെസ്, എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പോ ഇവിടെയുള്ള ഫ്രണ്ട്സിന്റെ അടുത്താണ് നമുക്ക് ഇംഗ്ലീഷ് പറയാനുള്ളൊരു പേടി. എന്താന്ന് വെച്ചാൽ മറ്റുള്ളവര് നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു പേടിയാണ്. ഞാനിപ്പോ ഇവിടെ ഖത്തറിലായ കാരണം നമുക്ക് മീഡിയം ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയണത് ഇംഗ്ലീഷാണ്. അപ്പോ നമുക്കത് എങ്ങനെയെങ്കിലും അവരെടുത്ത് കൺവേ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മളത് സംസാരിക്കും. തെറ്റാണോ ശരിയാണോ ഒന്നും നമ്മൾ നോക്കില്ല. അപ്പോ നമുക്ക് നമ്മളെ ലക്ഷ്യം എന്താണോ അത് നമുക്ക് നിറവേറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കുക തന്നെ വേണം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടി അത് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു, സാറേ എനിക്ക് ഇംഗ്ലീഷിൽ പറയണത് പക്ഷെ ഭയങ്കര എനിക്ക് ഇംഗ്ലീഷ് അത് വരില്ല, വിഷമമൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാനപ്പോ അതിനോട് ഇംഗ്ലീഷിനെ കുറിച്ച് ചോദ്യങ്ങൾ, വീട്ടുകാര്യങ്ങൾ, നാട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അതിനെ കൃത്യമായിട്ട് മറുപടി പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും കൃത്യമായിട്ട് മറുപടി പറയുന്ന തനിക്ക് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്? അപ്പൊ അത് പറയുന്നത്, ഇത് തന്നെയാണ് സാറേ എന്റെ പ്രശ്നം. സാറിനോട് എനിക്ക് എന്തും പറയാം, എന്ത് പൊട്ടത്തരം പറയാം, ഈ കുഴപ്പമില്ല. പക്ഷെ വേറൊരാളോട് ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ മനസ്സ് ബ്ലാങ്ക് ആയിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ എനിക്കൊരു വാക്കുകളൊന്നും അന്നേരത്ത് വരില്ല. യെസ്, അത് തന്നെയാണ് മസീഹത്ത് പറയുന്നത്. അവിടെ നമുക്കൊരു ആവശ്യമുള്ളൂ. മസീഹത്തിനെ സംബന്ധിച്ച് ആവശ്യമല്ല, അത്യാവശ്യമാണ്. അല്ല, ആവശ്യം ഒരു അത്യാവശ്യത്തിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ അതാണ് മെനക്കെട്ട് ഇറങ്ങുള്ളൂ. ഇപ്പൊ നിങ്ങളൊക്കെ ആവശ്യത്തിലാണ് നിൽക്കുന്നത്. ആവശ്യം എന്നുള്ളത് മാറട്ടെ, ഇതൊരു അത്യാവശ്യമായിട്ട് മാറട്ടെ. അത്യാവശ്യം വന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. യെസ്, പിന്നെ നമ്മൾ മെനക്കെട്ട് ഇറങ്ങാതെ വേറെ മാർഗമൊന്നുമില്ല. യെസ്, ഇപ്പൊ തന്നെ ഈ കോഴ്സ് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് തീരുമാനിച്ചത് തന്നെ എവിടെയൊക്കെയോ നമ്മൾ അനുഭവിച്ച ചില സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെയും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്തള്ളപ്പെട്ടു പോയ ചില മാനസിക വിഷമങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലല്ലേ? റൈറ്റ്? എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല, കുറച്ചു പേർക്കെങ്കിലും. അതല്ലെങ്കിൽ എനിക്കൊരു വരുമാന മാർഗം എനിക്കൊരു വരുമാന മാർഗം കണ്ടെത്തേണ്ടത് ഒരാവശ്യമല്ല, ഒരു അത്യാവശ്യമാണ്. എങ്കിലേ എനിക്ക് വിലയുണ്ടാവും, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കേട്ടോ, അവിടെ നിങ്ങൾ എന്തായിട്ട് മാറി? ഒരാവശ്യം നേരെ അത് ഒരു അത്യാവശ്യമായിട്ട് മാറി. അങ്ങനെ അത്യാവശ്യമായിട്ട് നിങ്ങൾ അത് മാറിക്കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചത്. ഓക്കെ, ഇത് ഇറങ്ങാണ്ട് പറ്റില്ല. കാരണം ഇനി ഞാൻ പേടിച്ച് മാറി എന്ന് കഴിഞ്ഞാല് ഇനിയും അവസരം. ഓക്കെ ഹസീന, എനിക്കറിയാം നിങ്ങളുടെ പല സംസാരങ്ങൾ ഇതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചില വിഷയങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിനെ ഇംഗ്ലീഷ് പറയുമ്പോൾ ആ ഇംഗ്ലീഷ് വാക്കുകൾക്കുള്ളില് വരികൾക്കിടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊരു ഇതല്ല. അപ്പൊ നമുക്കത് അത്യാവശ്യമായിട്ട് മാറി. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങി. അതുപോലെ ഇംഗ്ലീഷ് പറയുക എന്നുള്ളത് നമുക്ക് കുറച്ചാലും കഴിയുമ്പോൾ തോന്നും ഇതൊരു ആവശ്യമാണ്, ഇതൊരു അത്യാവശ്യമാണ്, ഇതില്ലാണ്ട് പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന സമയം വരും. യെസ്, അപ്പോ അതാണ് എന്റെ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞത്. ഇറ്റ്സ് എ കറക്റ്റ് പോയിന്റ്. ഓക്കെ, വെരി ഗുഡ്. യെസ്,
അപ്പൊ നമുക്കിനി ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഓരോ സിനിമകളിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളെ ചോദിച്ചിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഗബ്ബർ സിംഗ്, ഷോലെ, മുക്കാംബോ, മിസ്റ്റർ ഇന്ത്യ പറഞ്ഞതല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഓക്കെ. ശരണ്യ, അമൃത, നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. യെസ്, ഓക്കെ. ഞാൻ അടുത്ത ഒരു വാചകം പറയാം. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, നിങ്ങൾ അത് പൂരിപ്പിച്ചാൽ മതി. ദി ഡാഷ് ടവർ ഓഫ് പീസ. ദി ഡാഷ് ടവർ ഓഫ് പീസ ലോകത്തുള്ള 7 അത്ഭുതങ്ങളിൽ ഒരെണ്ണമാണ്. ഈഫൽ ടവർ. അല്ലേ? ആ വാക്കുണ്ട്, ടവറിന് മുന്നിൽ വാക്കുണ്ട്. ദ ഡാഷ് ടവർ ഓഫ് പീസ്. ഓക്കെ, സിമി ഇസ് എ കറക്റ്റ് ആൻസർ. ദ ലീനിങ് ടവർ, ചെരിയുന്ന ഗോപുരം. ലീനിങ് ടവർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, സിമി, അനീഷ ഇസ് എ കറക്റ്റ് ആൻസർ. യെസ്, അടുത്തത്. Next question. If at first you don't succeed, if you don't succeed at first, dash. എന്താണ് അവിടെ ഫില്ല് ചെയ്യാനുള്ളത്? If you don't succeed first, dash. ഒരു വാക്കുണ്ട് അവിടെ, ഒന്നല്ല, ഒരു സെന്റൻസ് ആണ്. ഓക്കെ, സിമി കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ആ ട്രൈ എന്നുള്ളത് ഒരു 2 പ്രാവശ്യം കൂടി വേണം. ട്രൈ 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 again. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഒരു സുഹൃത്ത്. ഓക്കെ, ഷജ്മീർ, അഭിജിത്ത്, കറക്റ്റ് ആൻസർ. ഓക്കെ 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 ഓക്കെ. അടുത്തത് ഒരു ജനറൽ നോളജ് ആണ്. ഓക്കെ ഓക്കെ, ട്രൈ again. മൗണ്ട് ഡാഷ് സിറ്റുവേറ്റഡ് ഇൻ നേപ്പാൾ. ഓക്കെ ഓക്കെ ഓക്കെ, നവിത ഇസ് എ കറക്റ്റ് ആൻസർ. Mount Everest. Okay, okay. And Rishmi? Okay, correct. Next question. Dash is the process by which plants make their food. Dash is the process by which plants make the food. Okay, Sulfat, Navida, Masigan. The answer is photosynthesis. Very good, very good. Next question. All that glitters is not dash. All that glitters is not. Navida, Simi, Sulfat, Basigat. Okay, okay, okay. Correct answer. Not gold. Yes. അടുത്തത് അതും ഒരു GK ആണ്. Dash is the largest continent in the world. Asia is a symbol. Okay, Navida. Okay, Masihat. Yes. അടുത്തതും ഒരു GK ക്വസ്റ്റ്യൻ ആണ്. Dash is the largest planet in the solar system. Dash is the largest planet in the solar system. Simi, okay. Sulfat, okay. Navida, Fatima, Amrita, okay. Very good, very good, very good. അടുത്തത് പൊതുവേ നമ്മൾ പറയുന്ന ഒരു ജനറൽ സെയിം, പ്രോവർബ് പോലെയുള്ള ഒരു വാചകമാണ്. നിങ്ങൾ അത് ഫിൽ ചെയ്യാം. അത് ഇംഗ്ലീഷിൽ. A journey, JAURNEY, a journey of 1000 miles starts with a dash. A journey of 1000 miles. Okay, Simi, very good. Okay, Navida. Okay, Amrita. Okay. And okay, Nisha, correct.
ദ ജേർണി ഓഫ് 1000 മൈൽസ്. 1000 മൈലുകൾ അപ്പുറത്തേക്ക് നമുക്ക് നടന്നു പോകണമെങ്കിലും അത് ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഒരു ആദ്യത്തിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെക്കണ്ടേ? യെസ്, അത് ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുക. അതായത് പല കാര്യങ്ങളിലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അടുത്തതും ഒരു ഇംഗ്ലീഷ് ചോദ്യമാണ്. പ്ലാനറ്റ്സ് ഡാഷ് അറൗണ്ട് ദ സൺ. പ്ലാനറ്റ്സ് ഡാഷ് അറൗണ്ട് ദി സൺ. ഒരു വാക്കുണ്ട്. ഓക്കെ ഫാത്തിമ, ഓക്കെ സിമി, ഓക്കെ അലീഷ. റിവോൾവ് കേട്ടോ, ചുറ്റിക്കറങ്ങുക എന്നുള്ള വാക്കുണ്ട്, റിവോൾവ്. യെസ്. അടുത്തത് ഒരു പഴഞ്ചൊല്ലാണ്. ആ പഴഞ്ചൊല്ലിന്റെ ഒരു വാക്ക് നിങ്ങൾ പൂരിപ്പിക്കുക. Where there is a will, there is a dash. Where there are. Okay, Masihat, Navida, Simi, Fatima, where കേട്ടോ. Where there is a will, there is a way. മനസ്സുണ്ടെങ്കിൽ വഴിയില്ല, മനസ്സിന്റെ വഴിയില്ല. നമ്മൾ മലയാളത്തിൽ പറയില്ലേ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണ്ടെങ്കിൽ ചക്ക കൊമ്പത്ത് പോലും ഉണ്ടാകും. യെസ്. അടുത്ത ചോദ്യം. യു ഡ്രിങ്ക് ഫ്ലൂയിഡ്സ്, FLUIDS, വാട്ടർ. യു ഡ്രിങ്ക് ഫ്ലൂയിഡ്സ് ടു സ്റ്റേ ഡാഷ്. ഒരു വാക്കുണ്ട്, കറക്റ്റ്. വെരി ഗുഡ് മസിഹത്ത്. സിമി കറക്റ്റ്. അമൃത, ഈ വാക്കാണ് ഉണ്ടത്, ഹൈഡ്രേറ്റഡ്. നമ്മള് ഡീഹൈഡ്രേഷൻ എന്ന് പറയാറില്ലേ, നിർജ്ജലീകരണം. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ 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 ഓക്കെ. അടുത്തതും ഒരു പഴഞ്ചൊല്ല് പോലെ പറയുന്ന വാചകമാണ്. അതിന്റെ ബാക്കിയുള്ള നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. വിത്ത് ഗ്രേറ്റ് പവർ, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് ഡാഷ്. With great power comes. Yes, Simi, very good. Simi, Amrita Tipple, Navida, correct ആണ് കേട്ടോ. അധികാരം കൂടുമ്പോൾ ഉത്തരവാദിത്വവും കൂടും. With great power, there will be great responsibility. Yes. Okay, okay. അടുത്തത് ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ്. ഒളിമ്പിക് ലോഗോ contains dash rings. Sulfate 5 കേട്ടോ. 5 rings. Yes. Okay, 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 okay. Yes, very good, very good. Yes. ഇനി ഞാൻ ചില സിനിമയുടെ പേര് പറയാം. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് ഞാൻ മാറ്റി പിടിച്ചത്. യെസ്, നിങ്ങൾ അതിന്റെ ഡയറക്ടറിന്റെ പേര് പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണം. നെയിം ഓഫ് ദി ഫിലിമാണ് ഞാൻ പറയുന്നത്. മീശ മാധവൻ. Can you say who is the director of the film? Okay, Masihat, Navida, Sulfat, Laljos. It's a correct answer. Next question. Name of the film is Yodha. Yodha. നവിത, അത് രണ്ടുപേരുണ്ട് അവര്. അതിൽ ഒരു പേരാണ് പറഞ്ഞത്, മറ്റേ പേരാണ് പറയേണ്ടത് കേട്ടോ. യെസ്, ദാറ്റ് മീൻസ് സംഗീത് ശിവൻ കേട്ടോ. സംഗീത്. ഓക്കെ ഓക്കെ ഓക്കെ. സംഗീത് ശിവൻ. ഓക്കെ, സംഗീത് ശിവൻ, സന്തോഷ് ശിവനുണ്ട്. ജോയിന്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് വർക്ക്. യെസ്. അടുത്തത് നെക്സ്റ്റ് ഈസ് ഇംഗ്ലീഷ് ഫിലിം ടൈറ്റാനിക്. English film that is called Titanic. The English film in the director. Okay, Simi, correct answer. Okay, okay, Amrita. Okay, Fatima, correct answer. That is answer is James Cameron. Yes. Next film is Parashi Raja. Next film is Parashi Raja. Okay, Navida, Masihat, and Abhijit Simi. Okay, okay. Simi, അതിട്ടുണ്ട്. ഹരിഹരനാണ് കേട്ടോ, ഹരിഹരൻ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ഒരു ഹിന്ദി ഫിലിമാണ്. നെയിം ഓഫ് ദ ഫിലിം ഈസ്
ദിൽസെ. ഓക്കെ ഫാത്തിമ, ദിൽസെ. ദിൽസെ. ഓക്കെ സിമി. യെസ് യെസ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഓക്കെ, മണിരത്നം. കറക്റ്റ് ആൻസർ. അടുത്തത് നിങ്ങൾക്കറിയാവുന്ന ആ പേരായിരിക്കും. എന്തായാലും ചോദിക്കാണ്. ദൃശ്യം. ദൃശ്യം. ഓക്കെ സുൽഫത്ത്. കറക്റ്റ് ആൻസർ. ഓക്കെ സിമി. ഓക്കെ മസിഹത്ത്. ദാറ്റ് ഈസ് കോൾഡ് ജിത്തു ജോസഫ്. അടുത്ത സിനിമ കുഞ്ഞി രാമായണം. നെയിം ഓഫ് ദ ഫിലിം ഈസ് കുഞ്ഞി രാമായണം. ഓക്കെ നവിത. ഓക്കെ ഓക്കെ നവിത, മസിഹത്ത് ആൻഡ് ഫാത്തിമ, അഭിജിത്ത്, അനീഷ്. ബേസിക് ബേസിക്. യെസ്. അടുത്തത് ഈഗ. EEGA. ഈഗ. Yes, Simi, very good, very good. Simi Navida is directed by Rajamouli. Yes. Next film is Yendiran. ENTHIRIN. Yendiran. Okay, Navida is a correct answer. Amrita, Simi, correct answer. നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല വിവരം ഉണ്ട് കേട്ടോ. യെസ്, എല്ലാ സിനിമയും കാണുന്നുണ്ടാവും അല്ലേ? യെസ്. ഓക്കെ, നമ്മൾ PSC ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ചോദിക്കാം. നെയിം ഓഫ് ദ ഫിലിം ഈസ് വാനപ്രസ്ഥം. വാനപ്രസ്ഥം. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയി. ഓക്കെ അമൃത. ഓക്കെ നവിത. നവിത ഫുൾ പേര് ഷാജി എൻ കരുൺ. ഓക്കെ, ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയി. യെസ്. അപ്പൊ ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് പഴയ ഒരു സിനിമയാണ്. നെയിം ഓഫ് ദ ഫിലിം ഈസ് ചെമ്മീൻ. Name of the film is Chimney. Yes. Okay, Amrita. Okay, Simi. Okay, Masihat. Ramu Kariat. Very good, very good, very good. Yes. Okay, 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 okay. Very good, very good. അപ്പോ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഫെയർവെൽ എല്ലാവരും വളരെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവട്ടെ. സൗമ്യ, സുരേഷ്, നസീജ, ആൻസ, ഗീതു, ഷഹൈന ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം. ശരണ്യ, ശരണ്യ, അമൃത, സിമി, ഹസീന, അനക, സുൽഫത്ത്, ഷാജിമീർ, വിജയ് കെ ജോർജ്, അനീഷ, അഭിജിത്ത്, ലച്ചു, മസിഹത്ത്, അനീഷ, നന്ദന, അനുലക്ഷ്മി, ഫാത്തിമ, മുഹ്സീന, ശ്രുതി, അഖിൽ, നവിത ആൻഡ് അൽഫിയ. എല്ലാവർക്കും എല്ലാവിധ നന്മകൾ നേർന്നുകൊണ്ട് ഇനിയും എവിടെയെങ്കിലും വെച്ചേക്കാം. ഓക്കെ ഫാത്തിമ, വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ജോബ് സാർ, ഇത്ര നാളെ ഞങ്ങളെ പഠിപ്പിച്ചതിന്, നന്നായിട്ട് ക്ലാസ് എടുത്തതിന്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.